മലപ്പുറം അവിസന്യ മർമ്മക്കളരി പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും സന്ദർശിച്ച് നടത്തുന്ന മലപ്പുറം ഗരിമ എന്ന യാത്രയോടെയാണ് മാമാങ്ക മഹോത്സവത്തിന് തുടക്കമാവുക. ശനിയാഴ്ച രാവിലെ 7-ന് കാടാമ്പുഴയിലെ തിരുനാവായ വാദിയൻമനയിൽ നിന്നും കാരണവർ പരമേശ്വരൻ നമ്പൂതിരി മലപ്പുറം ഗരിമ ഉദ്ഘാടനം ചെയ്യും. ശേഷം പാണക്കാട്, കൊടപ്പനയ്ക്കൽ, വറ്റല്ലൂരിലെ പുതുമന, നെച്ചിക്കോട്, ചേണ്ടി, ചന്ദ്രത്തിൽ പടിഞ്ഞാറേപ്പാട്ട് മണ്ഡപം, വെള്ളാണശ്ശേരി മൂസദിന്റെ തെക്കൻകുറ്റൂരിലെ ജന്മഗൃഹം, കൊടക്കൽ CSI ചർച്ച് എന്നിവിടങ്ങളിൽ സംഘം എത്തും. 4 മണിക്ക് ആഴ്വഞ്ചേരി മനയിൽ തമ്പ്രാക്കൾ സ്വീകരിക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ P. ഋഷികേഷ് കുമാർ സൗഹൃദ സന്ദേശം നൽകും. ജനുവരി 19-ന് മാമാങ്കത്തിന്റെ കൂറനാട്ടലും എഴുന്നള്ളിപ്പും ഉദ്ഘാടന സമ്മേളനവും നടക്കും. 29-ന് വിദ്യാർത്ഥികൾക്കായി ചരിത്ര പ്രശ്നോത്തരിയും സംഘടിപ്പിക്കും. ഫെബ്രുവരി 1-ന് രാവിലെ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിൽ നിന്നും ചാവേറ് സ്മൃതിയാത്ര ആരംഭിക്കും. ഫെബ്രുവരി 3-ന് മാമാങ്ക സ്മൃതി ദീപം തെളിയിക്കൽ പൊതുസമ്മേളനം എന്നിവയും നടക്കും. മലപ്പുറം ഗരിമ എന്ന യാത്രയോടെ കളരിയിൽപ്പെട്ട ഒരു വിഭാഗമായ മർമ്മകളരിയുടെ ഗവേഷണവും പ്രാധാന്യവും പഠനവും പരിശീലനമൊക്കെ നടത്തുന്ന അവിസന്യ മർമ്മ കളരി പഠന കേന്ദ്രം എന്ന സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തില് മലപ്പുറം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രധാന ചരിത്ര ഭവനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മലപ്പുറം ഗരിമ, മലപ്പുറത്തിന്റെ പ്രൗഢി എന്നുള്ള ഒരു യാത്രയാണ് ഈ വർഷത്തെ മാമാങ്കത്തിന്റെ ആദ്യ പരിപാടി. ബഹുമാന്യനായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ മുഖ്യരക്ഷാധികാരി ആയിക്കൊണ്ട് കഴിഞ്ഞ 32 വർഷമായിട്ട് മാമാങ്കോത്സവം നടത്തി വരുന്നു. ഈ വർഷത്തിന്റെ അതേ തുടക്കമെന്നോളം നമുക്കറിയാം, തിരുവനന്തപുരത്ത് നടക്കുന്ന മുറജപം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. ശ്രീപത്മനാഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ മുറജപത്തിന് വർഷങ്ങൾക്ക് മുൻപ് നേതൃത്വം കൊടുത്തിരുന്ന തിരുനാവായിലെ വാദ്യാൻമഠം അല്ലെങ്കിൽ മാദ്യാൻമന എന്ന് പറയുന്ന മാറാക്കര പഞ്ചായത്തിലെ ആ വീട്ടിൽ നിന്നും അവരുടെ കാരണവരായ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് കേരളത്തിലെ മതേതര ശ്രദ്ധേയമായ ഭവനങ്ങളിൽ ഒന്നായിട്ടുള്ള കുടുംബമായിട്ടുള്ള പാണക്കാട് എത്തുകയും അവിടെ നിന്നും അതിനുശേഷം മാമാങ്കത്തിലെ അവസാനമായിട്ട് ചാവേറുകൾക്ക് ഭക്ഷണം നൽകുന്ന പുതുമന നെച്ചിക്കോട്ടിൽ വീട്ടിൽ ചെന്ന് അവിടുത്തെ സ്വീകരണത്തിന് ശേഷം ചാവേറുകളുടെ കുടീരത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നൽകുന്ന ചേണ്ടിയിലെ ചന്തുണ്ണിയുടെ മണ്ഡപത്തിലും തുടർന്ന് മാറാക്കര പഞ്ചായത്തിന്റെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം കേരളത്തിലെ ആദ്യത്തെ വൈദ്യശാല തുടങ്ങിയ ചിന്താമണി വൈദ്യശാല എന്ന് പറയുന്ന വെള്ളാണശ്ശേരി വാസുണ്ണി മൂസദിന്റെ ഭവനവും തുടർന്ന് മലപ്പുറം ജില്ലയിലെ ആദ്യ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നായിട്ടുള്ള കൊടക്കൽ CSI പള്ളി, 1.5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ആ പള്ളിയിലെ സ്വീകരണത്തിന് ശേഷം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ മനയിൽ ഇത് അവസാനിക്കുകയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീകുമാർ മാസ്റ്റർ അതിൽ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഇതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KV ഉണ്ണിക്കുറുപ്പ്, MK സതീഷ് ബാബു, അംബുജൻ തവനൂർ, സതീശൻ, ചിറക്കൽ ഉമ്മർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.